വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ പാറൂസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടിയ വീഡിയോ എന്ന് പറയുന്ന വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട്, വെജിറ്റബിൾസ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തോപ്പിലൊക്കെ വളർത്തുന്ന കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കാണും അല്ലേ, ഗാർഡനിങ് ഒക്കെ നടത്തുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു വേനൽക്കാലത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ ചൂട് സമയത്ത് കരിവാളിപ്പൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിൽ വന്ന് കയറുന്ന ഈ സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബേൺ ആവാൻ തുടങ്ങുന്നുണ്ടല്ലേ. അപ്പം നല്ല ഈ ഒരു ചൂട് സമയത്ത് വയസ്സായ അപ്പൂമ്മമാരും അമ്മച്ചിമാരൊക്കെ പറയാറുണ്ട്, അയ്യോ നീ വെയിലത്താണോ വന്നത്, അല്ലെങ്കിൽ ഈ വെയിൽ ഇത്രത്തോളം ചൂട് കൊണ്ടിട്ടാണോ നീ വന്നിരിക്കുന്നത്. അപ്പോൾ സാരമില്ല. അപ്പോൾ ഇതിനായിട്ടുള്ളൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ടിപ്പ് പണ്ടത്തെ ഈ ഒരു അമ്മച്ചിമാർക്കൊക്കെ അറിയാം കേട്ടോ. എന്ന് വെച്ചാൽ അവർ പറയും, പെട്ടെന്ന് പോയി ഒരു തണുത്ത വെള്ളത്തിൽ പോയി മുഖം കഴുകുക, ഇങ്ങനെയുള്ളൊരു കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ അവർ പറഞ്ഞു തരാറുണ്ട്. അതിനെയും നമ്മൾ ഹെൽത്തി ടോക്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനുമായിട്ട് എക്സലൻ്റ് റിസൾട്ട് തരുന്ന ഒരു ഫ്രൂട്ടിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഡെയിലി കണ്ടുവരുന്ന ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ആപ്പിൾ, ഓറഞ്ച്, ബനാന, ഇതൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ ഡെയിലി ലിവിങ്സിൽ നമ്മൾ അറിയപ്പെടുന്നതും, അല്ലെങ്കിൽ നമ്മൾ തീരെ കഴിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട്സ് ആയിട്ടാണല്ലേ. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ കാണപ്പെടുന്ന ഒരു ലക്കി ഫ്രൂട്ടിനെ പറ്റി, അല്ലെങ്കിൽ ഒരു മാജിക്കൽ ഫ്രൂട്ടിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു സ്കിൻ ടിപ്പ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം. നമ്മുടെ സ്കിന്നും ഹെയറിനും എക്സലൻ്റ് റിസൾട്ട് തരുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇപ്പോൾ പപ്പായ അല്ലേ, പപ്പായ നിങ്ങൾക്ക് അറിയാമായിരിക്കും, പപ്പങ്ങ, കപ്പങ്ങ എന്നൊക്കെ ഓരോ നാടുകളിലും വ്യത്യസ്തമായിട്ട് നമ്മുടെ പപ്പായയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ള നെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, കപ്പങ്ങ അല്ലെങ്കിൽ ഈ ഒരു പപ്പായ അല്ലെങ്കിൽ പപ്പങ്ങ എന്ന് പറയുന്നതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ ഇ റിച്ച് സോഴ്സാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, നമ്മൾ പണ്ടുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ പറയും, ചൂട് കൊണ്ടുവന്ന ഉടനെ പറയും, നീ ആ പപ്പായ ഒന്ന് മുഖത്ത് ഫേസിലോട്ടൊന്ന് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഫേസിലോട്ടൊന്ന് തേക്ക് മോനെ അല്ലെങ്കിൽ മോളെ. അതൊക്കെ നമ്മുടെ നല്ലൊരു കുളിർമ നൽകുന്നതാണ്. അതുപോലെ നമുക്ക് പപ്പായ നന്നായിട്ട് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പപ്പായ കഴിക്കുന്നത് നമ്മുടെ നല്ലൊരു ഡൈജഷൻ ചെയ്യുന്നതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസിൻ്റെ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫ്രൂട്ട്, ഒരു മാജിക്കൽ ഫ്രൂട്ടാണ് നമ്മുടെ ഈ പപ്പായ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെയിലി ലിവിങ്ങിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കിത് നമ്മുടെ സൗന്ദര്യ വർധനത്തിനായിട്ട് നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും ഇത് പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ്. വേറെ ഒന്നുമില്ല, ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഈ കട്ട ചൂടിൽ ഒന്ന് പുറത്തൊക്കെ പോയിട്ടൊക്കെ വന്ന് നന്നായിട്ട് കരിവാളിച്ച് നല്ലതായിട്ട് ഇതായി. അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു ഇതാണ് പപ്പായ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടു വളപ്പിൽ തന്നെ ഒരു 4-5 പപ്പായ ഉണ്ടായിരുന്നു. ഒരു കുട്ടി പപ്പായ, ഒരു കുഞ്ഞു പപ്പായ ഞങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്കിൻ ടിപ്സിനായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി പപ്പായ, ഒരു ഏറ്റവും ചെറിയത് ഒരു സ്മാൾ സൈസായിട്ടുള്ളൊരു പപ്പായ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ പപ്പായ ഫേസ് പാക്ക്. നമ്മൾ വീട്ടിൽ എങ്ങനെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാം, നമ്മുടെ സ്കിന്നിൽ ഏതൊക്കെ ടൈമിൽ ഇത് ഉപയോഗിക്കാം. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് അതായത് നമ്മളകത്തൊക്കെ നന്നായിട്ട് വേർത്ത് കുളിച്ച് നമുക്ക് ആ ഒരു സമയത്ത് നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ളൊരു വാട്ടർ, അല്ലെങ്കിൽ ഒരു കോൾഡ് വാട്ടറോ നമ്മുടെ വാം വാട്ടറോ ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ വാഷപ്പ് ചെയ്ത് നോക്കിയാൽ നല്ലൊരു കിട്ടുന്ന റിസൾട്ടാണ് കേട്ടോ. ഞാനത് നന്നായി ഇന്ന് ഞാനത് ട്രൈ ചെയ്തു, അതുപോലെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്കിന്നിൽ നമ്മളിപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടോയ്സ് എ വീക്കാണ്. ഇപ്പം ആഴ്ചയിൽ 2 ദിവസം നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടൻറ്റ് ഒരുപാടുള്ളതിനെ തന്നെ ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ പറഞ്ഞു തരാം. അതിനൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു സൈസ് പപ്പായ എടുത്തിട്ടുണ്ട്. പഴുത്ത പപ്പായയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മിൽട്ടാണി മിട്ടി ഞാനിവിടെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 2 സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ പപ്പായ നല്ല കഷ്ണങ്ങളാക്കി സ്മോൾ പീസസ്, ചെറിയ പീസുകളാക്കി ഞാൻ അരിഞ്ഞ് മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റ് ഫോർമേഷൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ,
നിങ്ങളുടെ ആവശ്യത്തിന് ഒരു ബൗളിലോട്ട് മാറ്റുക. ഇന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാനായി ആ ഒരു ബൗളിൽ ഒരു 2 സ്പൂൺ പപ്പായ, അതായത് ഒരു ചെറിയ ഈ പഴുത്ത പപ്പായ അരിഞ്ഞത് നിങ്ങൾ മുഴുവനായിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റപ്പ് ചെയ്ത് ഒരു ബൗളിലോട്ടാക്കി വെക്കുക. അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള അതിൽ നിങ്ങൾ അളന്ന് തന്നെ 2 സ്പൂണ് മാറ്റിയെടുക്കുക. അതിലോട്ട് മിൽട്ടാണി മിട്ടി നിങ്ങൾ 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. തേൻ, നമ്മുടെ നാടൻ തേൻ, അതിൽ 1 സ്പൂണ് ആഡ് ചെയ്യുക. അടുത്ത് ലെമൺ, ഒരു ലെമണിനെ 2ആയിട്ട് കട്ട് ചെയ്യുക. അതിൽ പാതി ലെമൺ നിങ്ങൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുക. അടുത്ത് അലോവേറ നിങ്ങൾ 1 സ്പൂണാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഈ ഒരു 5 മിശ്രിതത്തെ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനെ മിക്സപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കയ്യിലോ ഫേസിലോ നെക്കിലോ നിങ്ങൾക്ക് എവിടെ വേണോ ഉപയോഗിക്കാം. നിങ്ങൾ നന്നായിട്ട് വെയിലൊക്കെ കരുവാളിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് ടോയ്സ് എ വീക്കാണ് നിങ്ങൾ വന്നിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ടോയ്സ് എ വീക്ക് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം ഞാൻ ഫ്രിഡ്ജിൽ ഈ ബാക്കി വരുന്നത് നിങ്ങൾ ആദ്യം ഈ പേസ്റ്റ് ചെയ്തത് ഒരു ബൗളിലാക്കിയിട്ടുണ്ടല്ലേ, അത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ ഒരു 3 or 4 ഡേയ്സേ നിങ്ങൾക്കത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ചെയ്തെടുത്തൊരു സാധനം അത് ഒരു വേവേപ്പുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് ഡെയിലി ഇപ്പോൾ ഇന്ന് നിങ്ങൾ ആ മിക്സ് ചെയ്ത് ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇന്ന് എത്രയാണ് ആവശ്യം, എത്ര പേരാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ സഹോദരങ്ങളോ അമ്മയ്ക്കോ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എത്ര പേരാണ് ഉപയോഗിക്കുന്നതെന്ന് അത്ര അളവിൽ മാത്രം അത് മാറ്റി നിങ്ങൾ ആവശ്യമായിട്ടുള്ള മിൽട്ടാണി മിട്ടി, ഹണി, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലെമൺ സ്ക്യൂസ് ചെയ്ത് വെച്ച് മിക്സ് ചെയ്തെടുത്ത് നിങ്ങൾ പാക്കായിട്ട് ഉപയോഗിക്കുക. ബാക്കി വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. ടോയ്സ് എ വീക്ക് ഉപയോഗിക്കുക. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം ഒരുപാട് ഇപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങുക അല്ലേ. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസിനെ ക്ലീനപ്പ് ചെയ്യാനായിട്ട് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് ടോയ്സ് എ വീക്ക്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു 1 മന്ത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല നിങ്ങൾക്കിത് റിസൾട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും ഇതിൻ്റെ നല്ല കിട്ടില്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലിപ്പോൾ വെക്കേഷനാണല്ലേ പിള്ളേർക്കൊക്കെ, അപ്പം നിങ്ങളൊക്കെ മക്കളൊക്കെ വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഈ വീഡിയോ എന്ത് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.